ആളെക്കൊല്ലി കടുവ ചത്തതോടെ പഞ്ചാരക്കൊല്ലി മേഖലയിലെ ജനങ്ങളുടെ വലിയൊരു ആശങ്കയാണ് ഒഴിയുന്നത്. എങ്കിലും കൂടുതൽ കടുവകൾ ഉണ്ടോ എന്ന സംശയം ജനങ്ങൾക്കുണ്ട്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ഒരു നാടിനെ ഒന്നാകെ ആശങ്കയിലാക്കിയ ആളെക്കൊല്ലി കടുവ ഒടുവിൽ ചത്തു. പഞ്ചാരക്കൊല്ലി എന്ന പ്രദേശത്തെ ജനങ്ങളുടെ വലിയൊരു ആശങ്കയാണ് ഇതോടെ ഒഴിയുന്നത്. പുറത്തിറങ്ങാൻ പോലും ഭയപ്പെട്ടിരുന്ന സമയത്തെ ഇപ്പോഴും ഞെട്ടലോടെയല്ലാതെ ഇവിടുത്തെ നാട്ടുകാർക്ക് ഓർക്കാനാകുന്നില്ല. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ആദ്യമൊക്കെ ഞങ്ങൾ 7-8 മണി വരെ പുറത്ത് നടക്കുന്ന ആൾക്കാരാണ്. പുറത്തുള്ള പണികളൊക്കെ എടുത്തിട്ടാണ് അകത്ത് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ 5 മണിയാകുമ്പോഴത്തേക്കും വാതിലും അടച്ച് അകത്തിരിക്കും. പിന്നെ ബാത്റൂമിൽ പോകണമെങ്കിൽ ഭർത്താവിനെയോ അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാർ ആരെയോ കൂട്ടി നിർത്തി നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നൊക്കെ പറഞ്ഞ് പുറത്തുള്ള ബാത്റൂമുകളല്ലേ അപ്പം നിർത്തിയിട്ടൊക്കെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഈ 2-3 ദിവസം. ഇന്ന് രാവിലെ അത് കേട്ടപ്പോൾ ഒരു സന്തോഷം, ചത്തല്ലോ എന്ന് ഓർത്തിട്ട്. അതുകൊണ്ട് ഒരു സന്തോഷമുണ്ട്. അത് തന്നെ, അതിനെ ചത്തു എന്നുള്ളൊരു സന്തോഷം ഇപ്പോഴും ഉണ്ട്. എന്നാലും ഒരു വിശ്വാസം ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്, അത് തന്നെയാണോ എന്നുള്ളൊരു ഇതും. ഞങ്ങളെ മക്കൾക്ക് സ്കൂളിൽ പോയിട്ട് വരാൻ 5:30 വരെയുള്ള ബസ്. ആ ബസ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മക്കൾക്ക് സ്കൂളിൽ നിന്ന് വരാൻ പറ്റില്ല. പിന്നെ നമ്മൾ വണ്ടിയുള്ളവർ മക്കളെ പോയിട്ട് പിലാക്കാവുന്ന കൂട്ടിക്കൊണ്ടുവരുവെക്കണം. ഇനിയിപ്പം 3 റോഡിൻ്റെ അതിലൊക്കെ എങ്ങനെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് തന്നെയാണോ എന്ന് നമുക്കൊരു സംശയം. പലർക്കും ആളെക്കൊല്ലി കടുവ തന്നെയാണോ ചത്തത് എന്ന സംശയം ഇപ്പോഴും ബാക്കി. അഭിപ്രായം പിടിച്ചതിൽ സന്തോഷമൊക്കെ ഉണ്ട് സാറേ. പക്ഷെ നമുക്ക് ഇത് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? ഇനിയും മിണ്ടാൻ കാട്ടിൽ ഇതപ്പോൾ വരുമ്പോൾ 3-ാം ബ്ലോക്കിൽ നിന്ന് റോഡിൽ ചോരയുണ്ട്, കാൽപ്പാടും ഉണ്ട്. ഞങ്ങളൊക്കെ പോകുന്നവർ അതിലേ പോകുന്ന ദിവസേന പണിക്ക് പോകുന്ന ആൾക്കാരാണ്. ഇതൊന്നും മാത്രമൊന്നുമല്ല. അപ്പം അതുകൊണ്ട് ചെറിയൊരു സംശയമുണ്ട്. എന്നാലും ഒരു പേടി തന്നെയാണ്. പിടിച്ചു കൊണ്ട് പേടിയൊന്നും മാറിയിട്ടില്ല. പിടിച്ചതിൽ സന്തോഷമേ ഉള്ളൂ. ഒന്ന് പിടിച്ചതിൽ ഒന്ന് മാത്രമല്ലല്ലോ, ഇനിയും ഉണ്ടാകും. പക്ഷെ അത് തന്നെയാണോ എന്നുള്ളതൊരു ഇനിയെങ്കിലും ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കണമെന്ന് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നു. അതിന് ആവശ്യമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഇനി അല്പകാലത്തേക്കെങ്കിലും പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങൾക്ക് ആശങ്കയില്ലാതെ പുറത്തിറങ്ങി നടക്കാം. കെ സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, വയനാട്.